ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TGS യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത് നമുക്ക് 500 സബ്സ്ക്രൈബറും അതുപോലെ 3000 വാച്ചറും ആയ മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേര് കുറെ പേര് ഡൗട്ട് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 500 സബ്സ്ക്രൈബറും 3000 വാച്ചറും ആയാൽ മാത്രം മതി നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബ് ചാനൽ എനിക്കിപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് 10 മാസമായി. കാരണം ജൂൺ 17 കഴിഞ്ഞ വർഷം ജൂൺ 17 ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 10 മാസം കൊണ്ട് തന്നെ എനിക്ക് മോട്ടിവേഷൻ അപ്ലൈ ആയി കിട്ടിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും യൂട്യൂബിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിഷാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിഷ് അത് നിങ്ങൾ നോക്കുന്നത് യൂട്യൂബ് ആണെങ്കിൽ നമുക്ക് തന്നെ അറിയാം. ഒരുപാട് കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു ഫീൽഡാണ് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഏത് നിഷ് എടുത്ത് നോക്കിയാലും നല്ല രീതിയിൽ തന്നെ ഒരുപാട് വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ആയി കിടക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾ കോമ്പറ്റീഷൻ കുറഞ്ഞ ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരുന്നത് AI ടൂളാണ്. AI ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് AI ടൂളിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ AI ടൂൾ എന്ന് പറയുന്നത് അത്യാവശ്യം കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ടൂളാണ്. അപ്പൊ അതുപോലത്തെ ഒരു ടൂൾ, അതുപോലത്തെ നിങ്ങൾ ഒരു നിഷ് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടുക. ആഴ്ചയിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 3 വീഡിയോ എങ്കിലും ഇടണം. കാരണം നമ്മുടെ ചാനലിൽ അത്യാവശ്യം വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ അത്യാവശ്യം റീച്ച് ആകുകയുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കീവേഡ് യൂസ് ചെയ്യണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് ടോപ്പിക്കാണോ വീഡിയോ ഇടുന്നത്, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള കീവേഡ് നിങ്ങൾ റിസർച്ച് ചെയ്ത് ലോങ് കീവേഡ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. കീവേഡിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് കീവേഡ് റിസർച്ച് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ തമ്പനെയിൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തമ്പനെയിലും ടൈറ്റിലും, കാരണം നിങ്ങളുടെ ടൈറ്റിൽ ഷോർട്ട് ആയിരിക്കണം, അതുപോലെ തന്നെ തമ്പനെയിൽ അട്രാക്റ്റീവ് ആയിരിക്കണം. ആൾക്കും അത് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യാനുള്ള ഒരു നിങ്ങളുടെ തമ്പനെയിൽ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നണം. അങ്ങനെയുള്ള തമ്പനെയിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടായിട്ടുണ്ട്. അത് ക്യാൻവ വഴി നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ക്യാൻവയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു വീഡിയോക്കകത്ത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. കാരണം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മില്യൺ കണക്കിന് സബ്സ്ക്രൈബ് ഉള്ളവരാണെങ്കിൽ പോലും അവർ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ചിലപ്പം ചിലവർ നമ്മുടെ വീഡിയോ അത്ര അട്രാക്റ്റീവ് ആയിരിക്കും, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം വിട്ടുപോകും. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആയിരിക്കും അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് റെഗുലറായിട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. അത് 100% ഉറപ്പാണ്.